വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്ലാസ് ആണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക, പഠിക്കുക. ഇനി പുതിയ ചോദ്യങ്ങളൊന്നും പഠിക്കാതെ പഴയ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു നോക്കുക നിങ്ങളെ. കാരണം നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസമുള്ളൂ. ഇനി പുതിയത് പഠിക്കാൻ പോണ്ട, പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം. അതായത് ഇന്ത്യ വിക്ഷേപിച്ചതാണ്, ഇന്ത്യയുടെ വിക്ഷേപണ വാഹനാണ്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്? അത് പുനർ ഉപയോഗിക്കാവുന്നതാണ്. പുനരുപയോഗശേഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഏതാണ് അത്? പുഷ്പക് എന്നാണ് അതിന്റെ പേര്. എന്താ അതിന്റെ പേര്? പുഷ്പക് എന്നാണ് പേര് കേട്ടോ. അടുത്ത നോക്കൂ. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈല്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ എന്താണ്? ബാലിസ്റ്റിക് മിസൈലാണ്. എന്താ അറിയോ ആ ബാലിസ്റ്റിക് മിസൈലിന്റെ പേര്? എല്ലാവർക്കും പരിചയമുള്ളതാണ്. അഗ്നി 5 എന്നാണ്. എന്താണ് അതിന്റെ പേര്? അഗ്നി 5 എന്നാണ് ആ മിസൈലിന്റെ പേര്. അടുത്തത്, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന, ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേക്ക് എന്ത് നടക്കാറുണ്ട്? പരേഡ് നടക്കാറുണ്ട്. ആ പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്താണ്? കർത്തവ്യപഥ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? കർത്തവ്യപഥ് എന്നാണ് പേര്. ISROന്റെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ. ചന്ദ്രയാൻ ഏതാണ്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. വളരെ പ്രധാനമാണ്. ഇതൊക്കെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള ചോദ്യമാണ്. അപ്പോ വേറൊരു ചോദ്യം കൂടി ഇതിന്റെ ഒപ്പം പഠിക്കണം. ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ഇനി അടുത്തത്, നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000, മമ്മൂട്ടിയുടെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകള് പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. ഏതാണ് രാജ്യം? ഓസ്ട്രേലിയയാണ്. വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 ഒക്ടോബർ 15. 2023 ഒക്ടോബർ 15. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഏതാണ്? ഇറാനാണ്. അടുത്തത്, ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്താണ്? ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഏതാണ്? ആദിത്യ L1 ഇന്ത്യയുടെ സൗര ദൗത്യമാണ്. ചന്ദ്രയാൻ 3, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചന്ദ്രയാനെ കുറിച്ച് എത്ര ചോദ്യ? ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ്? ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അറിയോ? അസമിന്റെ. ഇനി ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ആരാണ്? കേരളം. അടുത്തത്, 2024
സാമ്പത്തിക സർവേയുടെ ബദലായി ദി ഇന്ത്യൻ ഇക്കോണമി ദി ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരൻ കേന്ദ്ര സർക്കാരിന്റെ 18ാമത്തെ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ത നാഗേശ്വരൻ എന്നും കൂടി ഓർത്തുവയ്ക്കാം. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. ഒന്നുകൂടെ പറഞ്ഞേ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലില് സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1930. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് ഗർത്തങ്ങളുടെ പേരാട്ടോ. മാൻസിനസ് സി, സിംപെലിയസ് എൻ. മാൻസിനസ് സി, സിംപെലിയസ് എൻ. ഈ രണ്ടാണ് കേട്ടോ, ഈ രണ്ടെണ്ണാണ്. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം എല്ലാവർക്കും അറിയുന്നതാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് അല്ലെ. ആ അധിനിയം ബില്ല് എവിടെയാ ലോക്സഭ എന്നാ പാസ്സാക്കിയെന്നാ ചോദിക്കണേ. 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് ആരംഭിച്ച പദ്ധതി. നാടൻ കളികളുടെ പ്രചരണത്തിന് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. ഇനി അടുത്തത്, IMA നടപ്പിലാക്കിയ എന്താണ്? ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അതായത് ഡോക്ടർമാരൊക്കെ ഇല്ലേ, ആ ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഡോക്ടർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ആത്മഹത്യാ പ്രതിരോധം നൽകലാണ് IMAയുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ചോദ്യങ്ങള്. ഇത്രയും ചോദ്യങ്ങളൊന്ന് പഠിക്കാട്ടോ മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നും തന്നെ കളയരുത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ടീച്ചർ എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ തരും, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. പക്ഷെ എന്താ വെച്ചാ ഇത് ടീച്ചർ ഇഷ്ടത്തിന് തന്നിട്ടുള്ള ചോദ്യങ്ങളല്ല. ഈ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയറിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ വേഗം പഠിക്കുക. ഈ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനേക്കാൾ നല്ല പരീക്ഷ വരാൻ പോവാണ് LDC യിലെ. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് കേട്ടോ.